ഇതാണ് നമ്മൾ വന്ന ഫ്ലൈറ്റ്. വേറെ ലെവലിട്ടോ കിട്ടില്ലേ. ഇത്രയും ദിവസം തക്കതില് മഴ ഉണ്ടായിരുന്നില്ലാന്നാ പറഞ്ഞത്. എന്റെ മക്കളെ ഏതാ വ്യൂ നോക്കിയേ, കിട്ടില്ല വ്യൂ ട്ടോ. ക്യാമറയിലൊക്കെ വെള്ളമായി. ഏതാ ലെവല് വ്യൂ എന്നറിയോ. അങ്ങനെ നമ്മള് ബോർഡിംഗ് പാസ്സൊക്കെ എടുത്തിട്ട് ഗേറ്റിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണ്ടോ. നമ്മുടെ ഇനിയും ഫ്ലൈറ്റ് വരാൻ 1 മണിക്കൂറും കൂടെ ബാക്കിയുണ്ട്. ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ സെറ്റായിരിക്കുകയാണ്. പുറത്തുനിന്ന് കഴിക്കാൻ സമയം കിട്ടിയില്ല കേട്ടോ, ഈ ഒരു ടൈം ആയാലും കൊണ്ടേ. പിന്നെ ബസ്സിലൊക്കെ അല്ലേ വന്നത്, അത് കാരണം കൊണ്ട് പുറത്തുനിന്ന് കഴിക്കാനുള്ളൊരു ടൈം കിട്ടിയില്ല. അത് അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിലേക്ക് കയറിയിരിക്കുകയാണ്. കുഞ്ഞി ഫ്ലൈറ്റ് കേട്ടോ. ഇതിനു മുമ്പ് കുറേ ഇൻ്റർനാഷണൽ ഫ്ലൈറ്റുകളാണ് കയറിയിട്ടുള്ളത്. വലിയ ഫ്ലൈറ്റുകളാണ് കയറിയിട്ടുള്ളത്. ചെറിയ ഫ്ലൈറ്റ് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഫൈനലി അങ്ങനെ നമ്മളിവിടെ എത്തിയിരിക്കുകയാണ്. ലാൻഡഡ് ലക്ഷദ്വീപിൽ കേട്ടോ. ഇതാണ് കേട്ടോ നമ്മൾ വന്ന ഫ്ലൈറ്റ്. ഓക്കെ, ഇതാണ് നമ്മൾ വന്ന ഫ്ലൈറ്റ്. എങ്ങനെയുണ്ട് ക്ലൈമറ്റ്? നല്ല ചൂട് ക്ലൈമറ്റ് കേട്ടോ. അഗതി എയർപോർട്ട്, ചെറിയ എയർപോർട്ട് കേട്ടോ. നല്ല രസമുണ്ട്. നമ്മൾ സാധാരണ കണ്ട ഒരു എയർപോർട്ടിൻ്റെ ഒരു ഇതേ ഇല്ല കേട്ടോ. ഏതോ റിസോർട്ടിൽ വന്ന് ഇറങ്ങിയ പോലെ ഉണ്ട് അല്ലേ. ഓക്കെ, ഇവിടുന്ന് കാണാൻ എന്താ രസം നോക്കിയാ. ആ എയർപ്ലെയിൻ ഇവിടുന്ന് കാണാൻ സൂപ്പർ വ്യൂ കേട്ടോ. ഡിപ്പാർച്ചർ ഇവിടെ നിന്നാണ്. ഡിപ്പാർച്ചർ പുറപ്പെടൽ ഇവിടെയാണ് കേട്ടോ. ഇവിടെയാണ് കേട്ടോ ബാഗേജ് ഇങ്ങനെ ഓരോന്ന് വന്ന് ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കും കേട്ടോ. നമ്മുടെ ബാഗേജ് വന്നു കഴിഞ്ഞാൽ എടുത്തുകൊണ്ട് നേരെ പോവുക. അപ്പോൾ വെയിറ്റിംഗ് ഫോർ ബാഗേജ്. എല്ലാ പരിപാടിയും കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ പുറത്ത് വന്നപ്പോൾ തന്നെ നമ്മുടെ ഗൈഡ് ഇവിടെ പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. നമ്മൾ സാധനങ്ങളൊക്കെ എടുത്ത് നേരെ നമ്മുടെ റൂമിലേക്ക് പോകാം കേട്ടോ. അങ്ങനെ നമ്മൾ റൂമിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പോണതിന് മുമ്പായിട്ട് എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയാൽ തന്നെ ഇവിടെ ഒരു ചെക്കിങ് ഉണ്ട്. നമ്മൾ എന്തെങ്കിലും ഇല്ലീഗൽ ആയിട്ട് എന്തെങ്കിലും എടുക്കണ്ടോ നോക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഫൈനലി നമ്മൾ റൂമിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. റൂമിൽ എത്തിയിട്ടുണ്ട്, ഒന്ന് ഫ്രഷായി. ഇനി ഇവിടെ വെൽക്കം ഡ്രിങ്കൊക്കെ അപ്പുറത്ത് കൊടുക്കുന്നുണ്ട് പറയുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് അവിടെ പോയി വെൽക്കം ഡ്രിങ്കൊക്കെ കഴിച്ച് ഉച്ചയ്ക്ക് ഫുഡുണ്ട്. അതേപോലെ തന്നെ 4:00 ശേഷമാണ് സൈറ്റ് സീയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളത്. അതുവരെ നമുക്ക് ഇവിടെ വേണമെങ്കിൽ നമ്മളുടെ സ്വന്തമായിട്ടൊന്ന് കറങ്ങി നടക്കാം. ഞങ്ങൾ വന്നപ്പോൾ തന്നെ എന്താണെന്ന് അറിയില്ല, ഇത്രയും ദിവസം ഇവിടെ മഴ ഉണ്ടായിരുന്നില്ല. വന്ന ടൈമിൽ അത്യാവശ്യം ഒരു ചാറ്റൽ മഴ ഉണ്ട് കേട്ടോ. ഒരു നല്ല ക്ലൈമറ്റ്, അടിപൊളി ക്ലൈമറ്റ് കേട്ടോ. അപ്പോൾ വെൽക്കം ഡ്രിങ്ക് കുടിക്കാൻ വേണ്ടി പോവാം നമ്മളിപ്പോൾ. എൻ്റെ മക്കളെ ഏതാ വ്യൂ നോക്കിയേ, കിട്ടില്ല വ്യൂ കേട്ടോ. ക്യാമറയിലൊക്കെ വെള്ളമായി. ഏതാ ലെവല് വ്യൂ എന്നറിയോ. വേറെ ലെവല്. അവിടെയാണ് കേട്ടോ നമ്മുടെ റൂം വരുന്നത്. അതാണ് റൂം വരുന്നത്. റൂമിന് നേരെ ഇവിടെയുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. ഞങ്ങള് വന്നപ്പോ തന്നെ ഭയങ്കര മഴ കേട്ടോ. മഴയാണ് പറഞ്ഞിട്ട് റൂമിൽ തന്നെ ഇരുന്ന് കഴിഞ്ഞാല് നമുക്ക് ഇതൊക്കെ നഷ്ടോ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, അങ്ങോട്ട് ഇറങ്ങി. എന്തായാലും 4:30 പോവുക. അതുവരെ വേറെ പണിയൊന്നുമില്ല, വേറെ ഡ്രസ്സും കൊണ്ടുവന്നിട്ട് നോക്കിയേ. വേറെ ലെവൽ കേട്ടോ. കിട്ടില്ലേ. ഇത്രയും ദിവസം തക്കതില് മഴ ഉണ്ടായിരുന്നില്ലാന്നാ പറഞ്ഞത്. ഞങ്ങള് വന്നപ്പോ മഴയും പെയ്തു. കിട്ടില്ല, കലക്കി. നമ്മള് ഒരു പാക്കേജ് എടുത്തിട്ടാണ് വരുന്നത്. നമുക്ക് എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടെ നല്ലത് ഏതെങ്കിലും ഒരു നല്ലൊരു പാക്കേജ് എടുത്ത് വരുന്നതായിരിക്കും നല്ലത് തോന്നുന്നുണ്ട് കേട്ടോ. കാരണം അവരെന്നെ അത്യാവശ്യം എല്ലാ സ്ഥലങ്ങളും നമുക്ക് കാണിച്ചു തരും. അതേപോലെ തന്നെ എല്ലാ സൗകര്യങ്ങളും അവരിവിടെ തന്നെ ഒരുക്കി തരും. ഇത് നമ്മളാവുമ്പോൾ വന്നിട്ട് നമ്മൾ പിന്നെ അതിന്റെ പിന്നാലെ നടക്കണം. അടുത്ത എന്താണ് പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ ആലോചിച്ച് ടെൻഷൻ അടിച്ച് നടക്കേണ്ടി വരും. ഇതാവുമ്പോൾ നമുക്ക് ഒരു ടെൻഷനും ഇല്ല. അവര് വാ നമുക്ക് അങ്ങോട്ട് പോവാ പറഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് പോവാ, വാ ഇങ്ങോട്ട് പോവാ പറഞ്ഞാൽ നമ്മൾ ഇങ്ങോട്ട് പോവാ. ആ ഒരു സെറ്റപ്പ് ഉണ്ടാ. അത്യാവശ്യം എല്ലാ സ്ഥലങ്ങളും ഇവര് കാണിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എത്രത്തോളം ഉണ്ടാവും എനിക്കറിയത്തില്ല. ഇത് ഫസ്റ്റ് ഡേ ആണ്, ഞങ്ങൾ വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ
ഇവിടെയും എന്തൊക്കെയോ വ്യൂസ് ഉണ്ട് കേട്ടോ. എവിടെ നോക്കിയാലും കടൽ തന്നെ മെയിൻ. എവിടെ നോക്കിയാലും നമുക്ക് കടലും കാണാം, തെങ്ങും കാണാം. അതാണ് അതാണ് പക്ഷെ അതൊരു പ്രത്യേക ഭംഗിയുണ്ട് കേട്ടോ. അതാണ് പ്രത്യേക ഹൈലൈറ്റ്. മെയിൻ ഹൈലൈറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേക ഭംഗിയുണ്ട് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ അവിടെ പോയി ഇറങ്ങാന്ന് പറഞ്ഞു. ഇറങ്ങുന്നതിന് മുമ്പ് ഗൈഡിൻ്റെ അടുത്ത് പറഞ്ഞ് എന്താണ് ഉറപ്പ് വരുത്തിയിട്ട് പോകണം, പറയാണ്ട് ഇറങ്ങരുത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ കണ്ടിട്ട് എനിക്ക് തോന്നുന്നില്ല ഇറങ്ങാൻ പറ്റുന്നൊരു അവസ്ഥയാണെന്ന്. കാരണം നല്ല തിര അടിക്കുന്നുണ്ട്. കുറച്ച് നേരത്തെ ഇതപ്പം നിന്നിട്ടുള്ളൂ, മഴ ഇതപ്പം നിന്നിട്ടുള്ളൂ. സോ നോക്കിയേ, നല്ല തിര അടിക്കുന്നുണ്ട്. അപ്പോൾ ഇറങ്ങുന്നത് അത്ര സേഫ് അല്ല എന്ന് തോന്നുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് ഒന്ന് കടലൊക്കെ ശാന്തമായതിനു ശേഷം നമുക്ക് കടലിലോട്ട് ഇറങ്ങാം, അതായിരിക്കും ഉചിതം. അങ്ങനെ ഒന്ന് ഉറങ്ങി എണീച്ചപ്പോഴേക്കും ഫുഡ് റെഡി കേട്ടോ. ശരിക്കും പറഞ്ഞാൽ കറക്റ്റ് നമ്മുടെ വീട്ടിലൊക്കെ ഇരുന്ന് കഴിക്കണ പോലെ ഉണ്ട്. സൂപ്പർ ഫുഡ്, അടിപൊളി ഫുഡ് കിട്ടും. ഇത് മീനുണ്ട്, മീൻ പൊച്ചുണ്ട്, നല്ല സാമ്പാറും ചോറും പപ്പടവും അച്ചാറ് പഴം. ഇതാണ് കേട്ടോ ഒരു സെറ്റപ്പ്. ചോറുണ്ട്, സാമ്പാർ, ഉപ്പേരി, പപ്പടം. എടുക്കുക, ഇവിടെ വന്ന് ഇരിക്കുക, കഴിക്കുക കേട്ടോ. പക്ക നമ്മളുടെ ഒരു ഹോംലി ടച്ച്. ഇപ്പൊക്ക് കുറച്ച് പിള്ളേരെ കമ്പനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതാ ഇവിടെയുള്ള പിള്ളേരാണ്. ഓക്കെ, ഇതൊരു ചെറിയ കുട്ടീനെ ഊഞ്ഞാലിലൊക്കെ ഇട്ട് ആട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ഇത് കിടക്കേണ്ടതാണ്. ഞാൻ കിടക്കുമ്പോ തലകീഴായി വീഴുന്നു. അത് കാരണം ആ പരിപാടി ഞാൻ നിർത്തി. ഞാൻ ഇങ്ങനെ തന്നെ കിടക്കാൻ വിചാരിച്ചു. ഇത് ഇങ്ങനെ കിടക്കണ്ട കേട്ടോ. ഞാൻ കിടക്കുമ്പോ അത് തിരിഞ്ഞു കഴിയാൻ അതിൽ കിടക്കണേന് എന്തോ ഒരു നേക്കുണ്ട് തോന്നുന്നുണ്ട്. അപ്പൊ ഞാന് റിസ്ക് എടുക്കാൻ നിന്നില്ല. അപ്പോൾ നമ്മളങ്ങനെ ലക്ഷദ്വീപിൽ വന്ന ഫസ്റ്റ് ഡേ സൈറ്റ് സീയിങ്ങിന് വേണ്ടി പോവാൻ കേട്ടോ. വന്ന ഉടനെ കുളിച്ച് ഡ്രസ്സ് മാറ്റി ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ സൈറ്റ് സീയിങ്ങിന് വേണ്ടി പോവാണ്. ഫസ്റ്റ് ലൊക്കേഷൻ പറഞ്ഞത് ഈസ്റ്റേൺ ജെട്ടി എന്നാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ അവിടേക്ക് പോണ വഴിയാണ്. നമുക്ക് വന്ന ഉടനെ ഒരു ബൈക്കൊക്കെ തന്ന് അതിലാണ് കേട്ടോ കറക്കം. അങ്ങനെ നമ്മളുടെ ലക്ഷദ്വീപ് വന്നിട്ടുള്ള ഫസ്റ്റ് ലൊക്കേഷൻ കേട്ടോ. ഈ ഒരു സ്ഥലത്തിന് പറയുന്നത് ഈസ്റ്റേൺ സൈഡ് ജെട്ടിന്നോ അങ്ങനെ എന്തോണോ പറയും കേട്ടോ. ഒരു അടിപൊളി ലൊക്കേഷൻ, ഒരു പാലം. ഇവിടെയാണ് ഇത്ര കപ്പലും കാര്യങ്ങളൊക്കെ വരിക. കപ്പലും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് നിൽക്കുക എന്നാണ് പറയുന്നത്. ഇതാണ് ആ ലൊക്കേഷൻ. സൂപ്പർ ലൊക്കേഷൻ കേട്ടോ. കപ്പലുകളൊക്കെ, ബോട്ടുകളൊക്കെ, ചെറിയ ചെറിയ മീൻ ബോട്ടുകളൊക്കെ നിർത്തിയിട്ടുണ്ട് കേട്ടോ അവിടെ ഇവിടെയൊക്കെ. അർഫ് എങ്ങനെയുണ്ട് സ്ഥലം? ലൊക്കേഷൻ അടിപൊളിയല്ലേ? അത് ശരിയാണല്ലോ. നോക്കിയേ, ബ്ലൂ കളർ മീൻ കേട്ടോ. നോക്കിയേ, എൻ്റെ പോലെ നീല കളർ മീൻ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. എത്ര നോക്കാടി, മീൻ തന്നെയല്ലേ? അതാ, ഇതാണ് അടുത്ത ലൊക്കേഷൻ കേട്ടോ. വേറെ ലൊക്കേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. കുറെ കൂട്ടിയൊക്കെ വർക്കുണ്ട്. അന്ന ആർട്ട് വർക്ക്സ്. അവിടെ സൈക്കിളിലൊക്കെ ഇരുന്നിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാം കേട്ടോ. സൈക്കിളിൽ ഇരുന്ന് ഫോട്ടോ എടുക്കാം. പിന്നെ കടൽ തന്നെ, എവിടെ നോക്കിയാലും കടൽ, ചുറ്റും കടൽ. നമ്മളങ്ങനെ സൺസെറ്റ് കാണാൻ വന്നിരിക്കുകയാണ് കേട്ടോ. ഇവിടെയാണ് സൺസെറ്റ്. നമ്മളിപ്പോൾ തന്നെ നമ്മുടെ ഈ ഒരു ദ്വീപിൻ്റെ ഒരു എൻഡിൽ നിന്ന് മറ്റേ എൻഡ് വരെ ഫുള്ള് വണ്ടി ഓട്ടിച്ചു കേട്ടോ. ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇവിടുത്തെ വ്യൂ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? നോക്കിയേ,
ഇവിടുത്തെ ആ ഒരു വ്യൂ നോക്കിയാൽ കിടിലം വ്യൂ കേട്ടോ, സെറ്റാണ്. ഇവിടെ ഇങ്ങനെ ചായയൊക്കെ കുടിച്ചിരിക്കാൻ പറ്റിയൊരു സ്പോട്ടാണ് കേട്ടോ. അവിടെ ചായക്കടയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഇരുന്നിങ്ങനെ ചായ കുടിക്കാം. ഇങ്ങനെ ബീച്ച് സൈഡിൽ ഇങ്ങനെ തെങ്ങും തോപ്പിൻ്റെ നടുക്ക് ചായയും ജ്യൂസൊക്കെ കുടിച്ചിട്ട് ഇരിക്കാം കേട്ടോ. സൺസെറ്റും കണ്ട് ഇരിക്കാം, അതാണ് മെയിൻ. നമ്മൾ സൺസെറ്റ് കാണാൻ വന്നിരിക്കുകയാണ് കേട്ടോ. സണ്ണ് അവിടെ ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടിപൊളി ഒരു ലൊക്കേഷനാണ് കേട്ടോ ഇത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഊഞ്ഞാലുണ്ട്. അതാണ് മെയിൻ. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ മെയിൻ വൈറലായി കിടക്കണ, ലക്ഷദ്വീപിൽ മെയിൻ വൈറലായി കിടക്കണ ഊഞ്ഞാലാണ് അത്. നമ്മൾ ഫസ്റ്റ് നേരത്തെ വന്ന കൊണ്ട് അവിടെ പോയിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റി. അവിടെ തന്നെയാണ് സൺസെറ്റ്. ഇവിടെ ഇരുന്നിട്ട് നമുക്കിങ്ങനെ സൺസെറ്റ് കാണാം. ഓക്കെ, അങ്ങനെ വെച്ചാൽ ഡേ 1 ഓഫ് ലക്ഷദ്വീപ് ഇത്രയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളൂ. ഫസ്റ്റ് പോയത് ഈസ്റ്റേൺ ജെട്ടി, രണ്ടാമത് പോയത് ലഗൂൺ ബീച്ച്, മൂന്നാമത് പോയത് നമ്മൾ വെസ്റ്റേൺ ജെട്ടി, അതേപോലെ തന്നെ നാലാമത് പോയത് അഗതൻ ബീച്ച് കേട്ടോ. ഈ 4 ലൊക്കേഷനിലേക്കാണ് നമ്മൾ പോയിട്ടുള്ളത്. കിഡിലെ ലൊക്കേഷനാണ്. അപ്പോൾ ഡേ 2 അടുത്ത വീഡിയോയിൽ.